ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് അവിൽ വിളയിച്ചാലോ? വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. പിന്നെ വളരെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് കേട്ടോ. അതായത് ട്രാവലിംഗ് സമയത്തൊക്കെ നമുക്കിത് കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇടയ്ക്ക് കഴിക്കാനും അല്ലെങ്കിൽ ഒരു നേരം നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അപ്പോഴും കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് കുറച്ച് അവിൽ നമ്മുടെ നോർമലായിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്നതല്ല, കുറച്ച് തിന്നായിട്ടുള്ള അവിൽ ഞാൻ അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ് ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര. മധുരം ഒരുപാടില്ല ഇതിന്. ഞാൻ കുറച്ച് എന്താ പറയുക, കുറച്ച് താഴെയാണ് കേട്ടോ മധുരം, ഒത്തിരി ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ശർക്കരേനെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി വെക്കണം. പിന്നെ ശർക്കര അഴുക്കൊന്നും ഇല്ലാത്തതാണെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് അരിച്ച് ചെയ്തോളൂ കേട്ടോ. ഒന്ന് അരിച്ച് മാറ്റി പിന്നെ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെന്താണ് ഇതിന് വേണ്ടത്? തേങ്ങയാണ്. നമ്മുടെ ഫ്രഷ് കോക്കനട്ട് തന്നെയാണത്, ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ തേങ്ങയുടെ അളവാണെങ്കിലും അതുപോലെ ശർക്കര ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ ഞാനെടുത്ത അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയതിന് ശേഷം ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റ് ഓൾമോസ്റ്റ് കളയണം കേട്ടോ. കാരണം ഇത് ഞാൻ കുറച്ചൊരു ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുവാണ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത് കുറച്ച് കറുത്ത എള്ളാണ് കേട്ടോ. ഈ എള്ളും ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്താണ്, കഴുകി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതും ചേർത്തു. എള്ളിൻ്റെയൊക്കെ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വളരെ നല്ല കാര്യമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. പിന്നെ നമ്മുടെ നിലക്കടല, അതില്ലാത്തൊരു റെസിപ്പി എനിക്ക് എന്താ പറയുക, ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേണ്ടുന്നിടത്തും വേണ്ടാത്തടത്തൊക്കെ ഞാൻ ഈ നിലക്കടല അങ്ങ് ആഡ് ചെയ്യും. അപ്പോൾ അതും ഒന്ന് വേണ്ടെങ്കിൽ ചേർത്തോളൂ, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ആകെ മൊത്തം ടോട്ടൽ ഒഴിച്ചിരിക്കുന്നത് ഓൺലി 2 ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യാണ് കേട്ടോ. ഇനിയിപ്പം നെയ്യുടെ അളവൊക്കെ ഞാനീ പറഞ്ഞതുപോലെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം, അതില്ലാതെയും ചെയ്യാം. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചു നന്നായിട്ടൊന്ന് വഴറ്റി കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു നല്ല ഒരു ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് അവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 7 കപ്പോളം ഹീപ്ഡ് കപ്പ് ഞാൻ അവിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഞാനീ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ശർക്കരയുടെയും തേങ്ങയുടെ ഒക്കെ അളവൊക്കെ കുറച്ച് കൂട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിലും വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ 7 കപ്പോളം അവിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഒന്നിച്ചിട്ടില്ല, കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്തത് കുറച്ച് നമ്മുടെ ഫ്ലെയിം കുറച്ച് നന്നായിട്ട് സിമ്മിലിട്ടിട്ടാണ്. പിന്നെ ഉരുളിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ ചൂടങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് നല്ലതാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് നല്ല ഉണക്കമുന്തിരി കൂടെ ചേർത്തു. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, നിർബന്ധമില്ല കേട്ടോ. അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റും അതിൻ്റെ ഗുണമൊക്കെ ഒന്ന് കൂടും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് ഞാനങ്ങ് സ്റ്റൗ ഓഫ് ചെയ്ത് അതുപോലെ അങ്ങ് വെച്ചു. പിന്നെ തണുത്തതിന് ശേഷം ഞാൻ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്തത് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ചുക്കുപൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ അതും ആഡ് ചെയ്തോളൂ, നല്ല ടേസ്റ്റാണത് അങ്ങനെ ഇടുമ്പോഴും കേട്ടോ. ഒത്തിരി ഇടേണ്ട, ഒരു ചെറിയൊരു 1 ടീസ്പൂണോളം അളവിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അവിൽ വിളയിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആണ്, ഒന്നുണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. സോ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കണം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.